ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലെബനീസ് ഡെസേർട്ട് നോക്കാം. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റവയും പാലുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് ലയാലി ലുബ്നാൻ അല്ലെങ്കിൽ ലെബനീസ് നൈറ്റ് ഡെസേർട്ട് എന്നും പറയും. ഈസി ആയിട്ട് നമുക്ക് റവ പുഡിംഗ് എന്ന് പറയാം കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പോളം ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മളൊരു 1/2 ലെമണിൻ്റെ ജ്യൂസ് കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാനായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓറഞ്ച് ബ്ലോസം എന്ന് പറഞ്ഞ സിറപ്പും ഒഴിക്കാം. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതി. അങ്ങനെ ഞാൻ ഈ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് ഇതിന് ഒരു നൂൽ പരുവം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഷുഗർ സിറപ്പാണ്. ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി സോസ് പാനിലേക്ക് 2.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം റവ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ തരിയുള്ള റവയാണ്. ഇനി ഇച്ചിരി വലിപ്പമുള്ള റവയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് 1/4 കപ്പോളം തന്നെ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കൈവിടാതെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒത്തിരി അങ്ങ് തിക്കാകാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. കൈ വിടാതെ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് കുറേശ്ശെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ബട്ടർ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇട്ടേക്കുന്ന പാത്രമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറാൻ നിന്നാൽ അത് അതിൻ്റെ അകത്ത് തന്നെ കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലാണ്. അന്നേരത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം സ്പീഡിലിട്ട് 4 to 5 മിനിറ്റ്സോളം ഒന്ന് വിപ്പ് ചെയ്യുമ്പോഴത്തേനും ഒരു സോഫ്റ്റ് പീക്കായിട്ട് വരും. 1 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് ഷുഗർ പൊടിച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ സോഫ്റ്റ് പീക്കാവുന്ന വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഈ റവയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വിപ്പ് ചെയ്തെടുത്തേക്കുന്ന ക്രീം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയറും കൂടെ കൊടുക്കാം. ഇതുപോലെ തന്നെ സ്പാച്ചുല കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് ടോപ്പിംഗ് കൊടുക്കാനായിട്ട് സൈഡിൽ കൂടെ ഞാൻ പിസ്ത പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിസ്തയുടെ ചെറിയ പീസുകൾ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയുടെയും ബദാമിൻ്റെയും കൂടെ കട്ട് ചെയ്ത പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് പിസ്തയും ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് എടുത്തേക്കുന്ന പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കണം. ഈസി ആയിട്ട് റെഡിയാക്കാം. ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.